മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയധികം അഹങ്കാരിയായിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ജാൻമണിയെ പോലെ മറ്റാരും വന്നിട്ടില്ല. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ജാൻമണി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്കൊക്കെ ഒത്തിരി പ്രതീക്ഷകളായിരുന്നു. ജാൻമണിയുടെ സംസാരവും ജാൻമണിയുടെ ശൈലികളുമൊക്കെ നമ്മളൊക്കെ ആസ്വദിച്ചതാണ്. പക്ഷേ അവസാനം വന്നപ്പോഴേക്കും ജാൻമണിയുടെ വിശ്വരൂപം പുറത്തു വന്നു. അതായത് യഥാർത്ഥ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ജാൻമണി ഓരോരോ സാഹചര്യങ്ങളിലും വെളിപ്പെടുത്തുവാൻ തുടങ്ങി. വെറുപ്പിക്കലിന്റെ ആൾരൂപമായി ജാൻമണി ബിഗ് ബോസ് വീടിനുള്ളിൽ മാറുകയായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടിൽ ജാൻമണിക്കെതിരെ നിൽക്കുവാൻ എല്ലാവർക്കും ഭയമായിരുന്നു. ജാൻമണി എന്തോ സംഭവമാണ് എന്ന് അവിടെ വരുത്തി തീർക്കുന്നതിൽ അവർ വിജയിച്ചു. എന്നാൽ ആ വീട്ടിൽ ജാൻമണിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് നോറയാണ്. നോറയിൽ പലതരത്തിലുള്ള കുറ്റങ്ങളും നമ്മൾ ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ ജാൻമണി എന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ മുൻപിൽ തല നിവർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് സംസാരിക്കുവാൻ ധൈര്യം കാട്ടിയ ഒരേ ഒരു വ്യക്തി നോറയായതുകൊണ്ട് നോറയ്ക്ക് ഈ വിഷയത്തിൽ ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഞാൻ നൽകുകയാണ്. എന്തായാലും ജാൻമണി ഇതിനോടകം ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ജാൻമണിയുടെ ഹുങ്ക്, അഹങ്കാരം, ഗർവ് മുഴുവനും ഈ ദിവസങ്ങളിൽ തകർന്നുടയാൻ പോവുകയാണ്. കാരണം ജാൻമണി അത്രമാത്രം വെറുപ്പിച്ചു കളഞ്ഞു. ഇൻഡസ്ട്രിയിൽ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറയുന്ന ജാൻമണിക്ക് ഇനി അവിടെ പഴയതുപോലുള്ളൊരു വില ലഭിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ചിലപ്പോൾ പുല്ലുവില മാത്രമായിരിക്കും ആൾക്കാർ കൽപ്പിക്കുക. കാരണം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരേ ഒരു ഐറ്റം ജാൻമണി മാത്രമല്ല, മറ്റു പലരുമുണ്ട്. എന്തായാലും അതൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇന്ന് ലാലേട്ടന്റെ മുൻപിൽ വെച്ച് പോലും ബഹുമാനമില്ലായ്മയുടെ അങ്ങേയറ്റത്തേക്ക് ജാൻമണി നടന്നു കയറുന്ന കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയുകയാണ്. ലാലേട്ടന്റെ എപ്പിസോഡിൽ ഒരു ടാസ്ക് നടക്കുകയാണ്. ആ ടാസ്കിന്റെ ഒരു പ്രത്യേകത, ആ വീട്ടിനകത്തുള്ള ആൾക്കാരുടെ ക്യാരക്ടറിൽ വന്ന വൈകല്യങ്ങൾ മറ്റുള്ളവർ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അത് രസകരമായൊരു ടാസ്ക് ആയിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഓരോ വ്യക്തികളുടെ അഹങ്കാരം, ഗർവ്, നിലപാടില്ലായ്മ, ചതി, വഞ്ചന, ഇത്തരത്തിലുള്ള പല ടൈപ്പ് മരുന്നുകളാണ്. ഇത് ആർക്കാണോ ആവശ്യമുള്ളത് അല്ലെങ്കിൽ ആർക്കാണ് ഇണങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ രോഗമുള്ള വ്യക്തിക്ക് ആ മരുന്ന് കൊടുക്കുക. അങ്ങനെ ഓരോരുത്തരെ മുൻപോട്ട് വിളിക്കുന്നു. ഓരോ കണ്ടസ്റ്റന്റും തങ്ങൾ ആരെയാണോ ഉദ്ദേശിച്ചത് അവർക്ക് ഈ മരുന്ന് കുടിക്കുവാൻ വേണ്ടി നൽകുകയും അതിന്റെ കാരണം പറയുകയും ചെയ്യുന്നു. ഇവിടെ നോറ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയപ്പെട്ട എല്ലാ അസുഖങ്ങളും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ആ വ്യക്തി ജാൻമണിയാണ്. ജാൻമണിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ആ സമയത്ത് ജാൻമണി പെട്ടെന്ന് മുൻപോട്ട് നടന്നു വന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കുടിക്കൂ എന്ന് പറഞ്ഞ് അത് വാങ്ങി വേറൊരു പാത്രത്തിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്ന രംഗമാണ് കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് ലാലേട്ടൻ വളരെ ഗൗരവത്തോടു കൂടി ജാൻമണിയെ വിളിക്കുകയാണ്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു, മറ്റുള്ളവരിലൊന്നും ജാൻമണിക്ക് ഒരു പ്രത്യേകതയും ഇവിടെയില്ല, അത് മുഴുവൻ കുടിച്ചേ പറ്റൂ. ഈ വാക്ക് കേട്ടുകൊണ്ട് ജാൻമണി അങ്ങനെ ശില കണക്കെ നിൽക്കുന്ന കാഴ്ചയുമായിട്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വൈകിട്ടത്തെ എപ്പിസോഡിൽ കാണുവാൻ കഴിയും. എന്തായാലും ജാൻമണി പുറത്തു പോകുന്നതിന് മുൻപ് ജാൻമണിയുടെ ധാർഷ്ട്യത്തിന്റെ മേൽ അതിശക്തമായ കടന്നാക്രമണമാണ് നോറയും ലാലേട്ടനും കൂടി നടത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നേരിട്ട് കാണാം.